الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നെയും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ നമസ്കാരവും മറ്റു ഇബാദത്തുകളും അള്ളാഹു സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ജീവനും ജീവിതവും നൽകിയ, ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഒരുക്കി വെച്ച റബ്ബിനോടുള്ള സഹായത്തേട്ടമാണ് നമസ്കാരം എന്ന് കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കി. നിർബന്ധമായ സഹായത്തേട്ടം നടത്താത്ത ഒരു മനുഷ്യനും മറ്റു സഹായം തേടാൻ കഴിയില്ല അള്ളാഹുവിനോട്. അള്ളാഹ് നിർബന്ധമാക്കിയ സഹായത്തേട്ടം ചെയ്യാത്തവന് എത്ര റബ്ബേ അല്ലാഹ് റഹ്മാനെ എന്ന് വിളിച്ചിട്ട് യാതൊരു വിശേഷവും ഇല്ല. കാരണം ഇത് ദിക്റാണ്, ശുക്റാണ്, ഒപ്പം ഇസ്തിആനത്തുമാണ്. റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുകയും സ്മരിക്കുകയും ആ റബ്ബിന് ശുക്ർ കാണിക്കുകയും. ഇനിയും നമുക്ക് പല കാര്യങ്ങളും റബ്ബിൽ നിന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. ആ സഹായത്തേട്ടം നമ്മളെ ബാധിച്ചാക്കാവുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിനെതിരിലുള്ള സഹായത്തേട്ടം. ഒരാൾ നിർബന്ധ സഹായത്തേട്ടം നടത്തുന്നില്ലെങ്കിൽ അയാളെ സഹായിക്കേണ്ട ബാധ്യത അള്ളാഹുവിനില്ല എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുക. അള്ളാഹുവിന് ബാധ്യതയില്ല. റബ്ബ് ബാധ്യത ഒഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചു. എന്നിട്ട് തോളിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നീ ലഉഹിബ്ബു
യാ മുആദ്, മുആദേ, നിന്നെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. എന്തായിരിക്കപ്പാ മുആദ് റളിയല്ലാഹുവിന്റെ മനസ്സെന്തായിരിക്കപ്പോ? അള്ളാഹുവിന്റെ റസൂൽ തോളിൽ കൈവച്ചിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനോട് പറയാണ്, ഇന്നീല ഉഹിബ്ബുക, നിശ്ചയം മുആദേ, നിന്നെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു പ്രാർത്ഥന ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ എല്ലാ നമസ്കാര ശേഷവും അത് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മളും മുടങ്ങാതെ പ്രാർത്ഥിക്കണം. ചെറിയ പ്രാർത്ഥന. ഇനി പ്രാർത്ഥനാ ബുക്ക് എടുത്ത് നോക്കിയിട്ട് പഠിക്കണ്ട, ഇപ്പൊ തന്നെ പഠിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് ശുക്ർ ചെയ്യാനും നിനക്ക് വേണ്ടി നന്നായി ഇബാദത്ത് ചെയ്യാനും റബ്ബേ നീ എന്നെ സഹായിക്കണമേ. ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം, ഇപ്പൊ തന്നെ പഠിച്ചിരിക്കണം. 3 പദങ്ങളല്ലേ ഉള്ളൂ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതിനും അല്ലാഹുവിന്റെ സഹായം വേണം. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. കൃത്യമായി പള്ളിയിൽ വരികയും അല്ലെങ്കിൽ 5 നേരം കൃത്യമായി നമസ്കരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ആവശ്യമാണ്. അല്ലാഹു അതിന് നമ്മളെ തുണക്കട്ടെ. ഹിജ്റ 10-ാം കൊല്ലം. ഇപ്പോൾ നാം പറഞ്ഞ മുആദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. മുആദ്, നീ യമനിലേക്ക് പോകണം. യമനിലേക്ക് നിയോഗിക്കുകയാണ്. 2 ദൗത്യമാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിക്കുന്നത്. ഒന്ന് ദഅവത്താണ്, അവിടുത്തെ ജനങ്ങളെ ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കുക. 2 മുസ്ലിങ്ങളായി കഴിഞ്ഞ ആളുകളിൽ നേതൃത്വം വഹിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുക. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ, മുആദേ, നീ ഇനി മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ എന്നെ നീ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. നടുങ്ങിപ്പോയി മുആദ് റളിയല്ലാഹു അൻഹു, വിറച്ചുപോയി. ഹബീബായ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആനന്ദകരമായ കാര്യമാണ്. ആ റസൂലുള്ള പറയാണ്, അടുത്ത കൊല്ലം 10-ാം കൊല്ലാണ് ഈ പറയുന്നത് കേട്ടാ, നീ മദീനയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്നെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് ദൗത്യമേൽപ്പിക്കുകയാണ്. നീ പോകുന്നത് അഹ്ലു കിതാബുകാരായ ഒരു വിഭാഗം ജനങ്ങളിലേക്കാണ്. അപ്പൊ ആ പുത്തംവാദം പൊളിഞ്ഞു എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇടക്ക് നടക്കുന്ന ഒരു പുത്തംവാദല്ലേ, അത് പൊളിഞ്ഞില്ലേ? അഹ്ലു കിതാബുകാരെ ദഅവത്ത് നടത്തേണ്ട ബാധ്യത റസൂലിനുണ്ടായില്ല. അഹ്ലു കിതാബുകാർ അവരെ വേദനുസരിച്ച് ജീവിച്ചാൽ മതി, ഖുർആനോ നബിയെ പിന്തുടരപ്പിന്റെ കാര്യമില്ലാന്ന് ചില പുതിയ മൗലവിമാര് പറഞ്ഞ് നടക്കണില്ലേ? അഹ്ലു കിതാബുകാരുടെ ഇടയിലേക്കാണ് നിന്നെ നാം നിയോഗിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി നീ അവരെ ക്ഷണിക്കേണ്ടത് ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആദ്യം ചെന്നിട്ട് നിസ്കരിക്കാനല്ല പറയേണ്ടത്, സക്കാത്ത് കൊടുക്കാനല്ല പറയേണ്ടത്. നീ പറയേണ്ടത് അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കണം, അതിലേക്ക് ക്ഷണിക്കണം എന്ന് റസൂൽ പറഞ്ഞു കൊടുക്കണം. അതവരംഗീകരിച്ചാൽ, ശ്രദ്ധിക്കണം, ആ 2 ഷഹാദത്ത് അവർ അംഗീകരിച്ചാൽ അവരോട് പറയണം,
രാവും പകലുമായി അല്ലാഹു 5 നേരത്തെ നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരോട് പറയണം. സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പില്ലാത്തവർക്ക് ഇത് ബാധകല്ല. ശിർക്കിന്റെ ആൾക്കാർക്ക് ഇത് ബാധകല്ല. റസൂലിന്റെ ചര്യ പിന്തുടരാതെ ബിദ്അത്ത് ചെയ്യുന്നവർക്കും ഇത് ബാധ്യതയില്ല. ആ 2 ഷഹാദത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നീ അവരോട് പറയണം 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. അതും അവരംഗീകരിച്ചാൽ അവരുടെ സമ്പന്നന്മാരിൽ നിന്ന് നീ സക്കാത്ത് സ്വീകരിച്ച് ആ നാട്ടിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. ഇങ്ങനെ സ്റ്റെപ്പായി. ഇപ്പൊ എന്ത് മനസ്സിലായി? 2 ഷഹാദത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് മുഅ്മിനായി കഴിഞ്ഞ ഒരു മനുഷ്യന് ആദ്യം നിർബന്ധമായി തീരുന്നത് അസ്വല, നമസ്കാരമാണ്. ഈമാൻ ഹൃദയത്തിലാണ്, നിസ്കരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഇത് രഹസ്യമൊന്നുമല്ല. ഒരാൾ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞാൽ രഹസ്യത്തെ ചോർത്തല്ലട്ടാ, തെറ്റിദ്ധരിക്കണ്ട. പരസ്യ നിസ്കാരം രഹസ്യമല്ല. 5 നേരത്തെ നിസ്കാരം പരസ്യല്ലേ? പള്ളിയിൽ വന്ന ആളുകളുടെ ഇടയിലല്ലേ? പള്ളിയിൽ വരുന്നവരൊരാൾ വന്നില്ല എന്ന് കണ്ട അയാൾ വന്നില്ല എന്ന് ബോധ്യമില്ലേ അവർക്ക്? അപ്പൊ ഹൃദയത്തിലുള്ള ഈമാനിന്റെ ആദ്യത്തെ പ്രകടനം 5 നേരത്തെ നമസ്കാരമാണ്. നമ്മ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാലം പറയും. എന്താന്ന് അറിഞ്ഞിട്ട് വേണ്ടേ, അറിയണ്ടേ? അപ്പോഴല്ലേ ശരിക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ, അന്ന് സ്വീകരിക്കുന്ന വിധം. അതുകൊണ്ട് തന്നെ ആ ഈമാനിനോട് അല്ലാഹു ചേർത്തു 2 ഷഹാദത്തിന്റെ പൂർത്തീകരണമാണ് നമസ്കാരം. ആദ്യത്തെ ഷഹാദത്ത് അല്ലാഹുവല്ലാതെ ഇലാഹില്ല, ഇബാദത്തിന് അർഹനായി അല്ലാഹുവല്ലാതെ ഇല്ല, ഞാൻ അവന് ഇബാദത്ത് ചെയ്യുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ്, അതിൽ ഞാൻ സ്വീകരിക്കുന്നത് നമസ്കാരത്തിന്റെ രൂപം, അതിന്റെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെയായിരിക്കും. കണ്ടാ, 2 ഷഹാദത്തിനെയും സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇബാദത്താണ് നമസ്കാരം എന്ന് നമുക്ക് മനസ്സിലായി. ഈമാനുമായി ബന്ധിപ്പിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് പറഞ്ഞത് ബൈനൽ അബ്ദി വബൈനൽ കുഫ്രി തർക്കുസ്സലാം. ഒരു മുഅ്മിനിന്റെയും ഒരു കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരു ഹദീസ് കൂടെ ചേർത്തിട്ട് ബാക്കി പറയാം. റസൂൽ പറയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങൾ കേട്ടത്. മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ. മനഃപൂർവമായി ബോധപൂർവമായി ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി. ഇനി ചിന്തിക്കൂ സഹോദരങ്ങളെ, നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? നിർബന്ധ നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായി. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ എത്ര മുഅ്മിനീങ്ങളുണ്ട്, എത്ര കാഫിരീങ്ങളുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നിസ്കരിക്കാത്ത മുസ്ലിം എന്നൊരു പ്രയോഗമില്ല. നിസ്കരിക്കുന്നവർ മാത്രമാണ് മുസ്ലിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ നിസ്കരിക്കാറില്ല, കാഫിറുകൾ നിസ്കരിക്കാറില്ല, അഹ്ലു കിതാബുകാർ നിസ്കരിക്കാറില്ല. മുനാഫിക്കുകൾ ഉള്ളിൽ ഇഷ്ടമില്ലെങ്കിലും നിസ്കരിക്കാൻ വരുമായിരുന്നു. നബിയുടെ പിന്നിൽ നിസ്കരിക്കുമായിരുന്നു മുനാഫിക്കുകൾ. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഗതി എന്താ, നമ്മുടെ സ്ഥിതി എന്താ? മുനാഫിക്കുകളാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ. ആ മുനാഫിക്കുകൾ പോലും മദീന പള്ളിയിൽ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ നമസ്കരിക്കുമായിരുന്നു. ഉള്ളിലില്ല. നമ്മൾ വേറെ വരുന്നുണ്ട്. ആ നിസ്കാരം എങ്ങനത്തെ ആയിരുന്നു ഇൻഷാ അല്ലാഹ് പിന്നീട് അടുത്ത ഖുതുബയിലൊക്കെ മനസ്സിലാക്കാം. ഇപ്പൊ ഒന്ന് ചിന്തിക്കൂ, മുസ്ലിങ്ങളായ നിസ്കരിക്കുന്ന മുസ്ലിങ്ങളായവരുടെ വീടുകളിൽ എത്ര കാഫിറുകൾ ഒപ്പം താമസിക്കുന്നുണ്ട്? ഈ മുസ്ലിമിന്റെ കൂടെ കിടക്ക പങ്കിടുന്ന ഇണയായ കാഫിറുണ്ടോ നമ്മുടെ വീട്ടിൽ? ഈ മുസ്ലിമിന്റെ ബെഡിൽ ചേർന്ന് കിടക്കുന്ന ഭാര്യയായ ഇണയായ കാഫിറായ പെണ്ണാണോ? നമ്മൾ ലാളിച്ചു വളർത്തുന്ന നമ്മുടെ മക്കൾ, പെൺമക്കൾ, ആൺമക്കൾ, അവര് മുസ്ലിങ്ങളാണോ കാഫിറാണോ?
അതുകൊണ്ടാണ് പണ്ഡിതന്മാര് ആ ചർച്ച എവിടം വരെ ചർച്ച ചെയ്യുന്നറിയോ? അവര് മുസ്ലിമായ പിതാവിന്റെ സ്വത്തിൽ നിസ്കരിക്കാത്ത മക്കൾക്ക് അനന്തരാവകാശമില്ല, കാഫിറായി പോയി. കാഫിറിന് അനന്തരാവകാശമില്ലല്ലോ. എങ്ങനെ വരെ ചർച്ച ചെയ്തു എന്നവര്? കാഫിറിന് മുസ്ലിമിനെ അനന്തരമെടുക്കാൻ കഴിയില്ല, മുസ്ലിമിന് കാഫിറിനെയും അനന്തരമെടുക്കാൻ പറ്റില്ല. ആ നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം ചർച്ച ചെയ്ത കൂട്ടത്തിൽ പണ്ഡിതന്മാര് പറയുന്നു, നിസ്കരിക്കാത്ത മകനാണെങ്കിൽ വാപ്പ മരിച്ചാൽ വാപ്പയുടെ സ്വത്തിന് അർഹതയില്ല. വിഷയം കളിതമാശയല്ല, ഗൗരവമുള്ളതാണ്. അല്ലാഹു കൃത്യമായി നമസ്കരിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യം പറഞ്ഞു ഇത് സഹായത്തേട്ടമാണ്. ഈമാൻ രണ്ടാമത് മനസ്സിലാക്കി. ഈമാൻ കടന്നാൽ ആദ്യത്തെ പ്രത്യക്ഷമായ അതിന്റെ സാക്ഷീകരണമാണ് നമസ്കാരം. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാഹ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരു മനുഷ്യനെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യമായി അവന്റെ അമല് വിചാരണക്ക് വിധേയമാക്കുക നമസ്കാരമാണ്. കണ്ടമാനം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അയാള്, പാവങ്ങളെ കുറെ സഹായിച്ചിട്ടുണ്ടാവും, സംഭാവന നല്ല കാര്യത്തിന് കൊടുത്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തെ ഫയല് നമസ്കാരത്തിന്റെ ഫയലാണ്. അതിൽ തോറ്റാൽ, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ തോറ്റാൽ അടുത്ത ഫയൽ എടുക്കില്ല, വേണ്ട, അങ്ങോട്ട് പോവില്ല, പരിശോധിക്കേണ്ട കാര്യമില്ലാന്ന്. പിന്നെ പോയി റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എത്ര ഗൗരവം! ഇതൊക്കെ അറിയുമ്പോ എന്ത് ത്യാഗം സഹിച്ചിട്ടാലും ഈ നമസ്കാരത്തിനല്ലേ നമ്മ മുൻഗണന കൊടുക്കുക, പ്രിയപ്പെട്ടവരെ. അപ്പോ ഒന്നാമത്തെ ലക്ഷ്യം ഇസ്തിആനത്താണ് എന്ന് പറഞ്ഞു. 2 ദിക്റാണെന്ന് പറഞ്ഞു. ഞാൻ മൂസാ നബിയോട് അല്ലാഹു വിളിച്ച് നേരിട്ട് സംസാരിക്കണം. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. മൂസാ, ഞാനാണ് നിന്റെ രക്ഷിതാവായ അല്ലാഹു. നേരിട്ട് സംസാരിക്കണം. നേരിട്ടാണ് അല്ലാഹു സംസാരിക്കുന്നത്. ഞാനാണ് നിന്റെ രക്ഷിതാവായ അല്ലാഹു, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, അതുകൊണ്ട് നീ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ സ്മരണ നിന്നിൽ നിലനിൽക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തണം. എന്താ ഈ സ്മരണ? പോകാറുണ്ടല്ല? പോകാറില്ലേ സ്മരണ? ദുനിയാവിലല്ലേ ഞാനും നിങ്ങൾ ജീവിക്കുന്നത്? ആ ദുനിയാവിന്റെ എന്തെല്ലാം വിഷയങ്ങളുമായിട്ടാണ് നാം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഈശത്തായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ദീന് കുറച്ചു നേരത്തിന് വലിക്കുന്നതാ. നോക്കിയേ, കച്ചവടത്തിലാണ്, കൃഷിയിലാണ്, ജോലിയിലാണ്, പ്രശ്നങ്ങളിലാണ്, പല വിഷയങ്ങളിലാണ്. അതിൽ നിന്നൊന്നും വലിച്ചെടുക്കുന്ന ആളാണ്. ഇനി കണ്ടാ, വഹർ കഴിഞ്ഞാൽ അസർ ആവുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ, നീ അതിലിങ്ങനെ മുഴുകിപ്പോകാണ്ടിരിക്കാൻ, ദുനിയാവിന്റെ വിഷയത്തിൽ ആണ്ടുപോകാതിരിക്കാൻ, കടയിലേക്കുമ്പോ തന്നെ ഓർക്കണം, കച്ചവടം തന്നെ ചെയ്യണം, ശ്രദ്ധിക്കണം, കസ്റ്റമറിനെ ശ്രദ്ധിക്കണം, ഭംഗിയായിട്ടൊക്കെ കച്ചവടം ചെയ്യണം. കൃഷി ചെയ്യുമ്പോ കൃഷിയിൽ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയിൽ നിന്നൊന്നും ഇങ്ങോട്ട് വിളിക്കുക, നീ അതിൽ ആണ്ടുപോകാതിരിക്കാൻ. എന്നെ ഓർക്കുക, എപ്പോഴും നീ എന്നെ ഓർക്കുക എന്ന നിലയിൽ. അപ്പൊ നിസ്കാരത്തിന്റെ ഒരു ഗുണം, മെച്ചം, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും. സങ്കടമാണ് സഹോദരങ്ങളെ, പള്ളിയിലേക്ക് വന്നു, ഇമാമ് കൈകെട്ടി ഒരു ഓർമ്മയില്ല, നിസ്കരിച്ചു, പുറത്തേക്ക് വരുമ്പോഴാണ്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഓർമ്മ വീണ്ടും കിട്ടുന്നത്.
എങ്ങനെ, എന്തിനാ നിസ്കരിക്കാൻ പറഞ്ഞത്? റബ്ബിനെ ഓർക്കാൻ. നിന്റെ മുന്നിൽ നീ ആരുടെ മുന്നിലാ നിൽക്കുന്നത്? ആ റബ്ബിനെ ഓർക്കാൻ. അതുവരെ നീ പല ജോലിയിലൊക്കെ ആയിരുന്നല്ലോ, പല വിഷയത്തിൽ. ഇനി റബ്ബിന് വേണ്ടി കുറച്ച് മിനിറ്റ് മാറ്റിവെക്ക്. നീ റബ്ബിന് വേണ്ടി മാത്രമുള്ള മിനിറ്റ്. അതിൽ നിന്റെ ദുനിയാവിന്റെ കാര്യങ്ങൾ വരാൻ പാടില്ല. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഇനിതാ സൂറത്ത് അങ്കബൂത്തിലെ 45-ാമത്തെ ആയത്ത്. ഈ നമസ്കാരത്തിന്റെ ഗുണം അല്ലാഹ് തന്നെ പറഞ്ഞിരുന്നു. ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബി, നബിയെ താങ്കൾക്ക് വേദഗ്രന്ഥമായി വഹി ലഭിച്ച കാര്യം അവർക്ക് നീ ഓതി കേൾപ്പിക്കുക. വഅഖിമിസ് സ്വലാത്ത, നമസ്കാരം നീ നിലനിർത്തണം. ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, നിശ്ചയമായും അല്ലാഹ് പറയാ, നിശ്ചയമായും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ വൃത്തികേടുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ആ നമസ്കാരം നിന്നെ തടയും. അക്ബർ, അവിടെ അതല്ലേ, ഇതാണ് പ്രധാനം. നിസ്കരിക്കുമ്പോഴേ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയില്ലേ, അതാണ് പ്രധാനം. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹ് അറിയുന്നുണ്ട്. ഇതാ അല്ലാഹ് തന്നെ നിസ്കാരത്തിന്റെ അടുത്ത ഗുണം പറഞ്ഞു. തിന്മകളിൽ നിന്ന്, മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടുത്തു നിർത്തും. ഉണ്ടോ? സ്വയം പരിശോധിക്കാം. എനിക്കും നിങ്ങൾക്കും നമ്മെക്കുറിച്ച് ആരെയും ബോധ്യപ്പെടുത്തണ്ട, സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കുക. എന്റെ നിസ്കാരം മറ്റെന്തെങ്കിലും തിന്മകളിൽ നിന്ന് എന്നെ തടയുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ദുനിയാവിന്റെ വെപ്രാളങ്ങളിൽ നിന്ന് മാറ്റി ശാന്തതയിലേക്ക്, സമാധാനത്തിലേക്ക്, റബ്ബിന് മാത്രം അടിമയും റബ്ബ് മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാവുന്ന ആ നമസ്കാരത്തിലേക്ക് വരിക എന്നത് ഒരു മഹാഭാഗ്യമാണ്. മഹാഭാഗ്യാണ്. ആ ഭാഗ്യം തിരിച്ചറിയാത്തോണ്ടാ പള്ളിയിലേക്ക് കയറാണ്ട് നിൽക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പൊ നമസ്കാരത്തിൽ ദിക്ർ പ്രധാനമാണ്. മറ്റു തിന്മകളിൽ നിന്ന് അതല്ല. എങ്ങനെ കണ്ട, സുബഹി കഴിഞ്ഞാൽ ദീർഘനേരം വഹർ വരെ ഉപജീവനത്തിന്റെ സമയമാണ്. വഹർ കഴിഞ്ഞാല് അസ്ർ വരെ അധികം ദീർഘില്ല, പെട്ടെന്ന് തന്നെ വിളിച്ചിങ്ങോട്ട്. അസ്ർ കഴിഞ്ഞാൽ അധികം ദൂരമില്ല, മഗ്രിബിന് വേഗം വിളിച്ചു. മഗ്രിബ് കഴിഞ്ഞാൽ വളരെ കുറവ് സമയമുള്ളൂ. ഇശാഇന് 1 മണിക്കൂർ 10 മിനിറ്റ്, അല്ലെങ്കിൽ 1 മണിക്കൂർ 11, 12, അത് വ്യത്യാസമുണ്ട്. 13 മിനിറ്റ് വരെ മഗ്രിബ് ഇശാവും തമ്മിൽ കേട്ടാ. ഇപ്പൊ നമുക്കറിയാം 1 മണിക്കൂർ 10 മിനിറ്റ്. 6:21 മഗ്രിബ്, 7:21 ഇശാവും. പെട്ടെന്നായി. ഇശ കഴിഞ്ഞ് നല്ല സമയമുണ്ടല്ലോ ഉറങ്ങാൻ, വിശ്രമിക്കാൻ. ഇശ കഴിഞ്ഞ് കുറെ പരിപാടിയുള്ള പരിപാടിയൊന്നും നല്ല കാര്യമല്ല കേട്ടാ. ആരടത്തിയാലും, നമ്മടത്തിയാലും വേറെ പാതിര വരെ നീളുന്ന ഒരു പരിപാടിയും റസൂലുള്ളാഹി അനുവദിക്കാറില്ല. ഇശ കഴിഞ്ഞ പിന്നെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്ന സഹാബികളെ വീട്ടിൽ പോവാൻ. നിന്റെ ഭാര്യയില്ല അവിടെ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, വീട്ടിൽ പോ. വിശ്രമം, വിശ്രമം. കാരണം എന്നാലേ അവൻ സുബഹിക്ക് എണിക്കുള്ളൂ, അല്ലെങ്കിൽ 3 മണിക്ക് പിന്നെ തഹജ്ജുദിന് എണിക്കണമെങ്കിൽ വേഗം കിടക്കണ്ടേ. വേഗം കിടന്ന മനുഷ്യനല്ലേ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ. ഇത്രയും ഗൗരവമുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹി മരണസമയത്ത് തൊട്ടു മുമ്പ് അവസാന വസിയത്തിൽ കൂടി നമസ്കാരം സൂക്ഷിക്കണേ. മരിക്കാൻ പോണ് റസൂലുള്ളാഹി, മരിക്കാൻ പോണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. മരിക്കുന്നതിനും തൊട്ടു മുമ്പ് പറഞ്ഞത് നമസ്കാരത്തിന്റെ കാര്യം സൂക്ഷിക്കണേ. ആ നമസ്കാരത്തെ സൂക്ഷിച്ചും കരുതലോടെയും ശ്രദ്ധിച്ചും റബ്ബ് സ്വീകരിക്കുന്ന വിധം നമസ്കരിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم عباد الله وإياي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്താ? അല്ലാഹു അക്ബർ. അപ്പോഴെങ്കിലും ഓർമ്മ വരാറുണ്ട്. അത് പറയുമ്പെങ്കിലും ഓർമ്മ വരാറുണ്ട്. ഓടി വന്ന് കൈകെട്ടരുതെന്ന് പറഞ്ഞ വെറുതെ അല്ല. റസൂലുള്ളാഹി ഓടി ഇവിടെ തുടങ്ങി. ഓടി വന്നിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് തുടങ്ങല്ല. അള്ളാഹിനെ ഓർത്തിട്ട് തന്നെ കൈകെട്ടണം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അള്ളാഹു ഏറ്റവും വലിയവൻ, ഞാൻ ചെറിയവൻ, ഞാൻ നിസ്സാരൻ, എന്റെ റബ്ബിന്റെ കരുണയില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ ഈ നമസ്കാരം നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാക്കുകയും തിന്മകളിൽ നിന്ന് തടയുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ ഹൂദിലെ 87-ാമത്തെ ആയത്തിൽ ശുഐബ് നബി പ്രബോധനം ചെയ്തപ്പോ ശുഐബ് നബി അലൈഹിസ്സലാം ആ മരക്കാവിലെ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് അവരോട് പറഞ്ഞപ്പോ ഖാലൂ, അല്ലാഹു പറഞ്ഞുതരാ, ആ ജനത ചോദിച്ചു, യാ ശുഐബ്, അല്ലയോ ശുഐബേ, അസ്വലാത്തുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉനാ, ഞങ്ങളുടെ ബാപ്പപ്പമാര് കാക്കകാരണന്മാർ ആരാധിച്ചു കൊണ്ടിരുന്നേ അതിനെ ഒഴിവാക്കണമെന്ന് നിന്നോട് കൽപ്പിച്ചത് നിന്റെ നിസ്കാരമാണോ? വളരെ ശ്രദ്ധിക്കണം. ശരിക്കും നിസ്കരിക്കണക്ക് ശിർക്ക് ചെയ്യാൻ പറ്റില്ല. അതാ പ്രശ്നം. ശരിക്കാണ് നമസ്കരിക്കുന്നതെങ്കിൽ അവന് ശിർക്ക് ചെയ്യാൻ പറ്റില്ല. ശൈഖിനെ വിളിക്കാൻ പറ്റൂല, ബദരീങ്ങളെ വിളിക്കാൻ പറ്റൂല, ഔലിയാക്കളെ വിളിക്കാൻ പറ്റൂല. അള്ളാഹുവിനെ മാത്രമേ ശരിയായ നമസ്കാരക്കാരന് അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. ചോദിച്ചു നോക്കിയേ, ആ കുഫറിന്റെ ജനത ചോദിച്ചു നോക്കിയേ, എന്താ ചോദിച്ചത്? നിന്റെ നിസ്കാരമാണോ ഞങ്ങളുടെ കാക്കാർന്നമാരായി ആരാധിച്ച് പ്രാർത്ഥിച്ചു വരുന്നതിനെ ഒഴിവാക്കണമെന്ന് നിന്നോട് കൽപ്പിച്ചത് നിന്റെ നിസ്കാരമാണോ? അതുമാത്രമല്ല, ഔ അന്നഫഅല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യുന്നത് പാടില്ല എന്ന് നിന്നോട് കൽപ്പിച്ചത് നിന്റെ നിസ്കാരമാണോ? രണ്ട് കാര്യം. ആദ്യം നമ്മ പറഞ്ഞു, ആ ഷഹാദത്തിനെ സത്യപ്പെടുത്തുന്നതാണ് നിസ്കാരം. നിന്റെ നിസ്കാരാണ് നിന്നോട് പറയുന്നത് എന്തെന്ന്? അല്ലാത്തവരെ വിളിച്ച് തേടരുത്, അല്ലാത്തവരോട് സഹായത്തേട്ടം നടത്തരുത് എന്ന് നിന്നോട് കൽപ്പിച്ചത് നിന്റെ നിസ്കാരമാണോ? മാത്രല്ല, അവരൊരു പരിപാടി കൂടി ചെയ്തിരുന്നു. കള്ളപ്പറ ഉണ്ടായിരുന്നു. അവരെ കള്ളനാടി ജനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ നാഴി കൊണ്ട് അളന്നു മേടിക്കുകയും ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോൾ അളവിൽ കുറഞ്ഞ നാഴി കൊണ്ട് അതിൽ വലിയ അഭിമാനം കൊണ്ടിരുന്നവർ. ആ ലാഭം നേടുന്നല്ലേ വലിയ അഭിമാനം. ശിർക്ക് മാത്രമായിരുന്നില്ല അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, നിന്റെ നിസ്കാരാണോ? ഞങ്ങളുടെ സമ്പത്തിനെ അങ്ങ് ഇഷ്ടം പോലെ ചെയ്യും, അത് പാടില്ല എന്ന് നിന്നോട് കൽപ്പിച്ചത് നിസ്കാരമാണോ? അപ്പൊ നിസ്കാരത്തിന്റെ അടുത്ത ഗുണമാണ് തെറ്റായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിശ്വാസിയെ അത് തടഞ്ഞു നിർത്തും. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹ് സൂറത്ത് മആരിജിൽ പറയുന്നു, ഇന്നൽ ഇൻസാന ഖുലിക ഹലൂആ, നിശ്ചയമായും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അക്ഷമനായിട്ടാണ്, ക്ഷമയില്ലാത്തവനായിട്ടാണ്. ആര് പറഞ്ഞ്? സൃഷ്ടിച്ചാള്. പിന്നെ തർക്കിക്കാൻ പറ്റുമോ? സൃഷ്ടിച്ച റബ്ബ് പറയാണ്, നിശ്ചയമായും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അക്ഷമതയോടുകൂടിയാണ്. ഇദാ മസ്സഹു ശർറു ജസൂഅ, എന്തെങ്കിലും ശർറ് അവനെ ബാധിച്ചാല് ഉടനെ പൊറുതികേട് കാണിക്കുന്നു,
വെപ്രാളപ്പെട്ട് പൊറുതികേട് കാണിക്കുന്നു. അള്ളാണ് പറഞ്ഞത്, ഹദീസല്ലത്, ആയത്താണ്. മആരിജിലെ 19 മുതൽ 23 വരെയുള്ള ആയത്താണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ അക്ഷമനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് അള്ളാഹ് പറയാൻ കാരണം, ശർറ് ബാധിച്ചാൽ അവൻ അങ്ങേയറ്റം പൊറുതികേട് കാണിക്കും. വൈദാ മസ്സഉൽ ഖൈറു മനുആ, കുറെ ഖൈർ അവന് കിട്ടിയാൽ ആർക്കും കൊടുക്കാണ്ട് പൊത്തിപ്പിടിക്കാൻ നോക്കും. ഭയങ്കര സന്തോഷം, ഇതിന്ന് ഇനി കുറയണ്ടെന്ന് വിചാരിക്കും. പാവങ്ങൾക്ക് കൊടുക്കൂല, കുടുംബങ്ങൾക്ക് ചെലവാക്കൂല. ഇതിനെ ഇനി എങ്ങനെ വലുതാക്കാൻ പറ്റും, ഈ കിട്ടിയനെ എങ്ങനെ വലുതാക്കാൻ പറ്റുമെന്നാണ് അവന്റെ വിചാരം. എന്നിട്ട് അള്ളൊരു വാക്ക് പറയുന്നു, ഇല്ലൽ മുസല്ലീൻ, ഈ ദോഷം നമസ്കരിക്കുന്നവർക്കുണ്ടാവില്ല. എല്ലാം നിങ്ങൾ കേൾക്കുന്ന ആയത്തുകളാണ് സഹോദരങ്ങളെ. അള്ളാടെ പള്ളിയിൽ നല്ലത് കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് തെരുവീന്ന് മറ്റു വിഷയങ്ങളല്ലേ നമ്മ ചർച്ച ചെയ്യാറ്. റോഡ് സൈഡ് സ്റ്റേജിലെ പ്രസംഗം വേറെ വിഷയങ്ങളല്ലേ. അള്ളാന്റെ മിമ്പറിന്നല്ലേ അള്ളാന്റെ ആയത്തുകളും പ്രവാചകന്റെ ഹദീസും പഠിക്കാൻ പറ്റുള്ളൂ. അവന് ദോഷം ബാധിച്ചാൽ അങ്ങേയറ്റം പൊറുതികേട് കാണിക്കും. ഹൈറ് കിട്ടിയാലോ ആർക്കും കൊടുക്കാണ്ട് അവൻ അതിനെ തടഞ്ഞു വെക്കും. ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് ഒഴിച്ച്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, എങ്ങനത്തെ നിസ്കാരക്കാര്? നിത്യമായ സൗകര്യം കിട്ടുമ്പോൾ നിസ്കരിക്കുന്നവർക്കല്ല, നിത്യമായി ഖൈറ് ലഭിക്കുമ്പോഴും ശർറ് ബാധിക്കുമ്പോഴും നിസ്കാരത്തിന് മാറ്റമില്ല. പള്ളിയിൽ നിന്ന് വല്ല ആനുകൂല്യമൊക്കെ കിട്ടണ ഇടക്ക് ജുമയൊക്കെ വന്നു നോക്കണവരില്ലേ? പള്ളിയിൽ നോമ്പൊക്കെ എടുത്ത് സക്കാത്ത് തല്ലീന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പൊ പള്ളിയിലൊക്കെ 2 ആഴ്ച 3 ആഴ്ച ഇങ്ങനെ വന്ന് മുഖപരിചയം ഉണ്ടാക്കുന്നവര് എന്താണ് പറഞ്ഞത്? നിത്യമായി നിന്റെ അവസ്ഥ ദയനീയമാണെങ്കിലും, നിന്റെ അവസ്ഥ ഐശ്വര്യപൂർണമാണെങ്കിലും റബ്ബിനെ മറക്കാതെ റബ്ബ് നിർബന്ധമാക്കിയതിൽ ജാഗ്രത പാലിക്കണം. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹമില്ല, സ്വർഗത്തിൽ പോകണം ഉണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ മക്കള് കൂടെ വേണ്ടേ? നമ്മ സ്വർഗത്തിൽ പോകുമ്പോ മക്കള് നരകത്തിൽ പോയാൽ, നമ്മ സ്വർഗത്തിൽ പോകുമ്പോ നമ്മുടെ ഭാര്യ നരകത്തിൽ പോയാൽ, അല്ലെങ്കിൽ നമ്മ സ്വർഗത്തിൽ പോകുമ്പോ ഭർത്താവ് നരകത്തിലേക്ക് പോയാൽ, ഉമ്മയും ഉപ്പയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി ഉമ്മയും ഉപ്പയും നരകത്തിലേക്ക് പോയാൽ, അതുകൊണ്ട് നാം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രതയും കരുതലും പാലിച്ചുകൊണ്ട്, ത്യാഗം ക്ഷമ പാലിച്ചുകൊണ്ട് കൃത്യത പാലിക്കുക. വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളെയും നിർബന്ധമായും അതിന് പ്രേരിപ്പിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വിഷയത്തിൽ നമുക്ക് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കാരണം നിസ്കാരം പോയാൽ ഖിയാമത്ത് നാൾ വരെ നിസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ തെറ്റായ ധാരണയൊക്കെ ഉണ്ട്. നമ്മ ടൂറൊക്കെ പോയിട്ട് 2 ദിവസത്തെ നിസ്കാരം വീട്ടിൽ വന്നിട്ടേ, ടൂറൊക്കെ പോയിട്ട് നിസ്കരിക്കുന്ന ആളായിരുന്നു. നിസ്കരിക്കാത്ത ആള് ടൂർ പോയ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. നിസ്കരിക്കുന്ന ആള് ടൂർ പോയി അവിടെ ഒക്കെ പോയി, അവിടെ ഒന്നും നിസ്കരിക്കാൻ കണ്ട് ഒരു വെടുപ്പ് തോന്നിയില്ല, ശരിയായില്ല. പിന്നെ കൂടെ ഉള്ളവരൊക്കെ കാണുകയും ചെയ്യും. വന്നിട്ട് നിസ്കരിക്കുക. ഒരു ഫർള് നിസ്കാരം ആ ജമ്മ് കസർ, ജമ്മിന്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ ളുഹർ അസറുമായി ജമ്മാക്കാം, അല്ലെങ്കിൽ അസറിനെ ളുഹറുമായിട്ടും ജമ്മാക്കാം, അല്ലെങ്കിൽ മഗ്‌രിബിനെ ഇശാഇനോട് ജമ്മാക്കാം, അല്ലെങ്കിൽ ഇശാഇനെ മഗ്‌രിബ്. ആ പരിധി കഴിഞ്ഞാൽ മരിക്കുന്നവരെ നിസ്കാരം അവന് കിട്ടൂല. വീട്ടുകാർക്ക് നിസ്കരിച്ചിട്ടും പറ്റൂല, മക്കള് നിസ്കരിച്ചാൽ പറ്റൂല. വേണ്ടാന്നുള്ളാക്കത് അള്ളാഹ്ക്ക് വേണ്ട, ഇല്ല. അത്ര ഗൗരവമുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا